നമസ്കാരം, ശിവടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഹയർ സെക്കൻഡറി മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവിഷൻ നോക്കാം. 80 മാർക്ക് ചോദ്യമാണ്. 2.5 മണിക്കൂറാണ് എഴുതേണ്ടത്. കൃത്യമായി ആദ്യത്തെ കൂൾ ഓഫ് ടൈം ഉപയോഗിക്കുകയാണെങ്കിൽ +1 +2കാർക്ക് കൃത്യമായി ഉത്തരം എഴുതാനുള്ള സമയം ലഭിക്കും. ആ സമയത്ത് ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങൾ ഏതാണ് ഉത്തരം എഴുതേണ്ടതെന്ന് കണ്ടുപിടിക്കുക. പിന്നെ വേണ്ടത് 1 വേർഡ് ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി കണ്ടെത്തി വെക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി കൂൾ ഓഫ് ടൈം കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 2.5 മണിക്കൂറിനുള്ളിൽ എക്സാം എഴുതി പൂർത്തിയാക്കാൻ കഴിയും. പിന്നെ 1 വേർഡ് ചോദ്യങ്ങൾ എഴുതിയതിനു ശേഷം 6 മാർക്ക് 8 മാർക്ക് ചോദ്യങ്ങൾ എഴുതുന്നതും തെറ്റുള്ള കാര്യമല്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു എഴുതി കഴിഞ്ഞാൽ കൂടുതൽ സമയം ഇതിനു വേണ്ടി, പക്ഷെ ഒരു ചോദ്യങ്ങളിലും കൂടുതൽ സമയം ഉപയോഗിക്കാതിരിക്കാൻ കൃത്യമായി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇതിലെ ഒന്നാമത്തെ ചോദ്യം 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. പുരുഷരത്നമീ ബാഹുകനോ, ആരുടെ വാക്കുകളാണ്? കേശിനി ഈ ബാഹുകന്റെ കഴിവുകൾ കണ്ടിട്ട് പിന്നെ അയാൾ പറയാതെ തന്നെ അടുപ്പ് കത്തുന്നു. അങ്ങനെ അയാൾ തൊടുമ്പോൾ വാടിയ പൂക്കൾ വീണ്ടും നറുമലരായി മാറുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് പുരുഷരത്നമാണ്, നളൻ എന്ന പുരുഷരത്നമാണ് ഈ ബാഹുകൻ എന്ന് പറയുന്നത്. ദമയന്തിയുടെ തോഴിയായ കേശിനിയാണ്. അടുത്ത ചോദ്യം, നല്ലനായി ഇരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും ഏതുപോലെ? മത്തേഫം പാംസ് സ്നാനം ചെയ്യുന്ന പോലെയാണോ? ആന ചെളിയെടുത്ത് പൊടിയെടുത്ത് വാരിയിടുന്ന പോലെയാണോ? അല്ല. വെള്ളത്തെ വെടിഞ്ഞ് പാല് അന്നം എന്നതുപോലെ. അതായത് വെള്ളവും പാലും കൂടെ ചേർത്ത് വെച്ചു കൊടുത്താലും അരയന്നം പാല് മാത്രം വലിച്ചു കുടിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നല്ലവനായിരിക്കുന്നവൻ നല്ലതും ചീത്തയും ഒക്കെ കേട്ടാൽ അവൻ അതിലൊന്നും നല്ലത് മാത്രമേ എടുക്കൂ എന്ന് ശകുന്തള ദുഷ്യന്തനെ കളിയാക്കുന്ന ഭാഗമാണിത്. കുറവല്ലാതെ നമുക്കൊരു വസ്തു ആവാനില്ല ജനിച്ചേ പിന്നെ. ഇതിന് കാരണമായി ശീലാവതി കണ്ടെത്തിയത് എന്താണ്? പിറവിയിലെ ഉള്ള ജാതക ദോഷം. ശീലാവതി എന്ത് ചെയ്താലും, കുളിച്ചാൽ അത് കുറ്റം, കുളിച്ചില്ലെങ്കിൽ അത് കുറ്റം, ആഹാരം കൊടുത്താൽ അത് കുറ്റം. അപ്പൊ അവള് പറയുന്നു എനിക്ക് എന്നും കുറ്റമേ ഉള്ളൂ. അതിന് കാരണമായിട്ട് അവള് കണ്ടെത്തുന്നത് ഞാൻ ജനിച്ചപ്പോഴേ ഉള്ള ദോഷമാണ്. ദിവാകരൻ അച്ഛന്റെ അമ്മയുടെയും ചിത്രങ്ങൾ അന്വേഷിച്ച് ചെന്ന തെരുവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകത. അപ്പൊ നമ്മുടെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് തീർന്നു, 3 എണ്ണമാണ്. 4ാമത്തെ ചോദ്യം, ദിവാകരൻ അച്ഛന്റെ അമ്മയുടെയും ചിത്രങ്ങൾ അന്വേഷിച്ച് ചെന്ന തെരുവിന്റെ പ്രത്യേകത എഴുതുക. ആ തെരുവ് ഒരിക്കലും ലൈറ്റുകൾ അണയാത്ത, പ്രകാശം ഇല്ലാതാകാത്ത ഒരു തെരുവാണ്. ആരും ആ കടകളൊന്നും അടയ്ക്കാറില്ല. ആ കടകളിൽ നിന്നുള്ള കണ്ണിജ്ജിപ്പിക്കുന്ന പ്രകാശം കൊണ്ട് എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പോലും ഒരു സംശയം ജനിപ്പിക്കുന്ന തെരുവിലാണ് അയാൾ എത്തിയത്. സംഗീതത്തോട് എന്നോട് ആന്റണിക്കുണ്ടായിരുന്ന സ്നേഹത്തിന് മുന്നിൽ കുമ്പിടുന്നു. CP ആന്റണി കലാമണ്ഡലം ഹൈദരാലിക്ക് വേണ്ടി ചെയ്തത് എന്താണ്? ആണ് CP ആന്റണി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം എനിക്ക് ജാമ്യം നിന്നു. അതായത് കലാമണ്ഡലത്തിൽ നിന്ന് ഞാൻ ചാടിപ്പോരുകയോ വല്ലതും ചെയ്താലാണ് ഈ തുക അവർക്ക് ഉപയോഗിക്കാവുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കെട്ടിവെക്കാൻ പണമില്ലാത്തതുകൊണ്ട് CP ആന്റണി ഈ വിവരം അറിയുകയും അദ്ദേഹം എനിക്ക് ജാമ്യം നൽകുകയും ചെയ്തു. അന്ന് അദ്ദേഹം ചെയ്തത് കൊണ്ടാണ് തനിക്ക് കലാമണ്ഡലത്തിൽ ചേരാൻ കഴിഞ്ഞതെന്നാണ് ഹൈദരാലി പറഞ്ഞത്. അന്നത്തെ മലയാളം ക്ലാസ്സുകളിൽ നിന്ന് ECG സുദർശന് ലഭിച്ച അറിവ് എന്തായിരുന്നു? പുതിയ ആശയങ്ങളുടെ രൂപീകരണത്തിനും സർഗാത്മകമായ കണ്ടുപിടുത്തങ്ങൾക്കും മാതൃഭാഷ അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളതായിരുന്നു ECG സുദർശനൻ പറയുന്നത്. ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും നല്ല പഠനം ആ ഒരു പദങ്ങളുടെ അർത്ഥം, ഒരു കാര്യത്തിന് തന്നെ അനേകം തലങ്ങൾ ഉണ്ടാകും എന്നൊരറിവ് എനിക്ക് ലഭിച്ചത് എൻ്റെ മലയാളം ക്ലാസ്സുകളിൽ നിന്നാണ്. അതായിരിക്കും ഫിസിക്സിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ എന്നെ സഹായിച്ചെന്ന് അദ്ദേഹം പറയുന്നു. ഇനി ഉള്ള ചോദ്യങ്ങൾ 10 ചോദ്യങ്ങൾക്ക് വരെ ഉത്തരം 1 സ്കോർ വീതമാണ്. മോഷണം എന്ന കവിതയിൽ കള്ളൻ തുണി മോഷ്ടിച്ച എന്തിനാണ്? കാണുന്നവരുടെ നാണം മറയ്ക്കാനാണ്. കൊല്ലാൻ കണ്ടത്തിൽ ദേവസിക്ക് ചിരി അടങ്ങാതെ പോയതിന് കാരണം ഇത്രയും പൊക്കത്തിൽ നിന്ന് വലിയൊരു തേങ്ങ വന്ന് തലയെ വീണിട്ടും താൻ മരിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ചിരിച്ചത്. ചിരിച്ചാണ് അയാൾ മരിക്കുന്നത്. യമുനോത്രി ക്ഷേത്രത്തിന് തൊട്ടു താഴെ കാണുന്ന ഉഷ്ണജല പ്രവാഹമേത്? യമുനോത്രി ക്ഷേത്രത്തിന് തൊട്ടു താഴെയുള്ള ഉഷ്ണജല പ്രവാഹം സൂര്യകുണ്ഡാണ്. 10 മാറിയ സാഹചര്യങ്ങളിലായപ്പോലും മാധ്യമ പ്രവർത്തകർ സമൂഹത്തിന്റെ ദുർബലതകൾ ചൂണ്ടിക്കാട്ടേണ്ടവരാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ട പത്രപ്രവർത്തകനാണ് P. സായിനാഥ്. മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ 3 എണ്ണത്തിന് 2 or 3 വാക്യത്തിൽ ഉത്തരം എഴുതുക. 2 സ്കോറാണ്. ടോട്ടോയും ജോവലും താമസിച്ചിരുന്ന കാഡ്ജിനെ ഇന്ത്യാസിന് ഇപ്പോൾ താമസിക്കുന്ന മാഡ്രിഡ് എന്ന നഗരത്തിൽ നിന്ന് എന്ത് മികവാണ് ഉള്ളത്? കാഡ്ജിനെ ഒരു തുറമുഖ നഗരമാണ്. അവിടെ എല്ലാവർക്കും വള്ളമുണ്ട്. അപ്പൊ കടലോര പ്രദേശമാണ്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഈ 2 നഗരങ്ങളും തമ്മിലുള്ളത്.
കരിമേഘം ചത്തുകിടക്കും കാഗോള കടലോ മാനം. കാട്ടാളന്റെ നിരാശ പ്രകൃതിയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ശരിയാണ്. കറുത്ത മേഘങ്ങൾ ചത്തു കിടക്കുന്ന ഒരു കരിനീല കടലാണ് മേഘം. അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്നില്ല, വരൾച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിവാകരൻ നട്ടുച്ചയ്ക്ക് കരച്ചിലെന്ന തെരുവിന്റെ വിവരണം ചെറുകഥയിലെ ഭാഷാഖ്യാനത്തിന് ഉദാഹരണമാണോ? അതായത് ആ ഒരു തെരുവ് എന്ന് പറയുന്ന ഒരു ഫാന്റസിയാണ്. അത് നമുക്ക് ഒരു വിഭ്രാത്മകത സൃഷ്ടിക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിന്റെ ഉത്തരം. കാക്കാരശ്ശി നാടകങ്ങളിലെ സംഭാഷണം കേരളത്തിന്റെ തനത് നാടകകലയ്ക്ക് പാരമ്പര്യത്തിന് മുതൽക്കൂട്ടാണ്. അതിന്റെ കാക്കാത്തിമാരുടെ സംഭാഷണം, കാക്കാത്തിമാരുടെ സംഭാഷണം അടിസ്ഥാനമാക്കി എഴുതുക. നാട്ടുമൊഴിയും നാട്ടുവഴക്കവും പുലിക്കോട്ടിൽ രചനകളെ വേറിട്ടവയാക്കുന്നു. നിങ്ങളുടെ അഭിപ്രായക്കുറിപ്പ്. അതായത് നാട്ടുമൊഴി വഴക്കം ഉള്ളതാണ് പുലിക്കോട്ടിൽ ഹൈദറിന്റെ ഭാഷ. അപ്പൊ അത് മലയാള കവിതയിൽ ഒരു പ്രത്യേകത, അന്നത്തെ കാലത്ത് അറബി മലയാളത്തിന്റെ കവിതയിൽ ഒരു പ്രത്യേകത ചെലുത്തിയതായിരുന്നു. അതിന്റെ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കേണ്ട. അലുമിനിയം ക്യാമ്പിന്റെ പ്രത്യേകതകൾ എഴുതുക. അതറിയാലോ, ബേസ് ക്യാമ്പ് അലുമിനിയം ക്യാമ്പിനെ കുറിച്ചാണ് ചോദിച്ചത്. അലുമിനിയം ക്യാമ്പിന്റെ പ്രത്യേകത തടിച്ച ക്യാൻവാസ് സ്തംഭുകളെക്കാളും മഞ്ഞും തണുപ്പും ഒക്കെ തടുക്കാൻ നല്ലത് അലുമിനിയം ക്യാമ്പുകളാണ്. മാത്രമല്ല ഈ അലുമിനിയം ക്യാമ്പുകൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ, ലോഹ തകിടുകളാണല്ലോ, ഭാരം കുറഞ്ഞ, അതുകൊണ്ട് കൊണ്ടുപോകാനും എളുപ്പമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. മാധ്യമ വികാസത്തിന്റെ ഫലം, പ്രകടമായ ഫലം വസ്തുക്കളുടെയും വിവരങ്ങളുടെയും പ്രളയം. ഈ അവസരത്തിൽ കമ്പ്യൂട്ടർ നമ്മുടെ സേവകനാകുന്നുണ്ടോ, വിശ്വസ്ത സേവകനാകുന്നുണ്ടോ? വിവരങ്ങളും വസ്തുതകളും അനുനിമിഷം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വസ്ത സേവകനാണ്. നമുക്ക് നിമിഷം തോറും പെട്ടെന്ന് ഒരു പുസ്തകത്തിൽ കിട്ടുന്ന ഒരു അറിവെന്ന് പറഞ്ഞാൽ അതിന്റെ വീണ്ടും അത് പബ്ലിഷ് ചെയ്യുമ്പോൾ പോലും വേണ്ട വിവരങ്ങൾ ആഡ് ചെയ്യുന്നില്ല. ഒരു പുസ്തകം അതേ രീതിയിൽ തന്നെയാണ് വീണ്ടും പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ കമ്പ്യൂട്ടറിൽ വരുന്ന വിവരങ്ങൾ അനുനിമിഷം ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ കാര്യങ്ങൾ. അതുകൊണ്ട് കമ്പ്യൂട്ടർ ഒരു വിശ്വസ്ത സേവകൻ തന്നെയാണെന്ന് പറയാം. കമ്പ്യൂട്ടർ വാങ്ങിയ ശേഷമാണ് ടി പി ശ്രീധരന് ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. രാവിലത്തെ കുളി മുടങ്ങി, അയാളുടെ ദിനചര്യകൾ മുടങ്ങി, കുളിക്കാതെ തന്നെ പെർഫ്യൂം അടിച്ച് ഓഫീസിലേക്ക് പോകുന്ന ശീലമൊക്കെ അയാൾക്ക് അതിന് ശേഷമാണ് തുടങ്ങിയത്. ഇനി അടുത്തത് 19 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളാണ്. അതിനകത്ത് 4 മാർക്ക് വീതമാണ് വരേണ്ടത്. അവിടെ ദിവാകരൻ ആ കളകളെ കുറിച്ചുള്ള പ്രകാശത്തിന്റെ ആ ഒരു പ്രത്യേകത, മരിച്ചവരുടെ ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന ആ കടകൾക്കെല്ലാം ഒരേ ഏകതയുണ്ടെന്ന് അയാൾ മനസ്സിലാക്കിയത് എപ്പോഴാണെന്നൊരു ചോദ്യമുണ്ട്. ഇതിനൊക്കെ ഇൻട്രൊഡക്ഷൻ എഴുതി വേണം ഉത്തരം എഴുതാൻ. അതിന് വിശപ്പുണ്ടോ? നമുക്ക് വിശപ്പ് പോലെ തരം കാര്യങ്ങളിൽ നാം വ്യാപൃതരാകാറുണ്ടോ? ഒരു വിശപ്പിനെ താണകാര്യമായിട്ട് പറയാനുള്ള കാരണം എന്താണ്? സാധാരണക്കാരന്റെ ഏറ്റവും വലിയ ജീവിത പ്രശ്നം വിശപ്പാണ്. അവന് വേണ്ടി സംസാരിക്കുന്നവൻ വിശപ്പ് അവന്റെ വിശപ്പ് അടക്കാൻ ശ്രമിക്കേണ്ടവനാണ്. പക്ഷെ ഇവിടെ അങ്ങനെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ആ അഴിമതിയും പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടാണ് വിശപ്പ് ഒരു വലിയ പ്രശ്നമല്ല, അതിന് തരംതാണ പ്രശ്നമാണെന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ വിദൂഷകൻ ശ്രമിക്കുന്നു. കലാമണ്ഡലം ഹൈദരാലി നീളാനദിയെ കുറിച്ച് പറയുന്ന ഓർമ്മകൾ എന്തെല്ലാമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഓർമ്മകൾ എഴുതുക. ഇപ്പൊ രാവിലെ സാധകം ചെയ്തതിന് ശേഷം കുളിയാണ് പതിവ്. വർഷകാലത്ത് ഭാരതപ്പുഴ കുത്തി ഒഴുകുന്നതിന്റെ പേടി തോന്നും. ഒരു വേനലിലും അത് വറ്റി കണ്ടിട്ടില്ല. അത് കലാമണ്ഡലത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഭാരതപ്പുഴ, നീളാനദി. അത്രയ്ക്ക് ഹൃദയബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പുലിക്കോട്ടിൽ ഹൈദറിന്റെ കൃതികളിൽ കത്തുപാട്ടുകൾ വേറിട്ട് നിൽക്കുന്നവയാണ്. കത്തുപാട്ടുകളെ കുറിച്ചുള്ള ആ വിഭാഗത്തെ കുറിച്ചുള്ള ഒരു സൂചന ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് മറിയക്കുട്ടിയുടെ കത്ത് ഇതിനൊരു ഉദാഹരണമാണ്. സ്വന്തം കവനശേഷി സാമൂഹ്യ പരിഷ്കരണത്തിന് ഉപയോഗിച്ച ആളാണ് പുലിക്കോട്ടിൽ ഹൈദർ. അപ്പൊ ഇവിടെ തന്റെ മനസ്സിലെ ആശയവും പ്രശ്നങ്ങളും എല്ലാം കത്തുകളിൽ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് കത്തുപാട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറുപ്പക്കാരന്റെ മരണത്തിന് യഥാർത്ഥ കാരണം ഡോക്ടറാണ്. മറ്റേ ഡോക്ടർ ഇയാൾക്ക് വന്നപ്പോഴേ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു, അത് പറയാതെയാണ് ആക്സിഡന്റിന് ചികിത്സിച്ചത്. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരന്റെ മരണത്തിന് കാരണം ഡോക്ടറാണെന്ന് ഗൗളി പറയുന്നത്. ഇനിയുള്ളത് 24-25 ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഇത്ര വികാര നിർഭരമായ യാത്രയപ്പ് ഇന്ത്യയിലെ ഒരു കായിക താരത്തിനും. അപ്പോ അത് സച്ചിന് വാങ്കഡയിൽ ലഭിച്ച കായിക താരത്തിന്റെ ഒരു യാത്രയപ്പാണ്. അതിനെക്കുറിച്ച് എഴുതുക. അതും അരപ്പുറത്തിൽ കവിയാതെ എഴുതേണ്ടതാണ്. അടുത്തത് 25 ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുന്ന പോലെ ലക്ഷ്യമില്ലാതെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കാനും കഴിയും. ഇപ്പൊ ശ്രീധരൻ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമില്ലാത്ത വിവരങ്ങൾ, നമ്മളും അങ്ങനെയല്ല, ഫോണിൽ ആവശ്യമുള്ളത് നമ്മൾ എന്താണോ തരുന്നത് ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തതും കണ്ടിരിക്കും.
അങ്ങനെയാണ് പരീക്ഷ സമയത്ത് റീൽസ് ഒക്കെ കണ്ട് നമ്മുടെ സമയം പോകുന്നത്. അതുകൊണ്ട് കഴിയുന്നതും കുറച്ച് സമയത്തേക്ക് പരീക്ഷ എഴുതുമ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കുക. ഇനിയുള്ളത് 26 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളാണ്. അതിന് 6 സ്കോറാണ്. ഒരു പുറത്തിൽ കവിയാതെ എഴുതാനാണ്. എഴുത്തച്ഛൻ കവിതകളിലെ പ്രത്യേകതകൾ. കണ്ണാടി കാൺമോളവും എന്ന കവിതയെ ബേസ് ചെയ്താണ് എഴുതേണ്ടത്. അതിൽ കാണുന്ന ലോകോക്തികൾ. കണ്ണാടി കണ്ണാടി കാണുന്നത് വരെ നമ്മുടെ മുഖമാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ നിരൂപിക്കും. കണ്ണാടി കാൺമോളവും എന്ന അതിലെ ലോകോക്തികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് സാധാരണ നമ്മൾ മനുഷ്യർ പറയുന്ന കാര്യങ്ങൾ. അതായത് ഇതിൽ കടുകിൻമണി മാത്രമുള്ള പരദോഷം കാണുന്നവരാണ് പലരും. കടുകിൻമണി മാത്രമേ ഉള്ളൂ ദോഷം, അതിനെ കണ്ടെത്തും. പിന്നെ കണ്ണാടി കാണുന്നത് വരെ നമ്മുടെ മുഖം ഏറ്റവും നല്ലതെന്ന് നിരൂപിക്കുന്നവരാണ് വിരൂപന്മാർ. മറ്റുള്ള ജനങ്ങളുടെ കുറ്റം പറയും, അവരുടെ കുറ്റം അവർക്ക് അറിയേയില്ല. കുറ്റമില്ലാത്ത ജനങ്ങളെയും നിന്ദിക്കും. ഇങ്ങനെയുള്ളവർ അതൊക്കെ ലോകോക്തികളാണ്. അത് എന്തുപോലെ? ആന എത്ര നന്നായിട്ട് കുളിപ്പിച്ചാലും വീണ്ടും പോയി പൊടി കൊണ്ട് കുളിക്കും. നല്ലവൻ നല്ലതാണ് ഗ്രഹിക്കുന്നത്. ഏതുപോലെ? വെള്ളവും പാലും കൂടെ ചേർത്ത് വെച്ചാൽ അരയന്നം പാല് മാത്രം കുടിക്കുന്നത്. നളനുള്ള സിദ്ധികൾ ഈ ബാഹുകനുണ്ട്. ഏതൊക്കെയാണ്? കുടത്തിൽ വെള്ളം നിറഞ്ഞു വരുന്നു, ഉണങ്ങിയ പൂക്കളിൽ തൊടുമ്പോൾ അവ പഴയതുപോലെ വിളങ്ങാൻ തുടങ്ങി, പ്രകാശിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടിട്ടാണ് ഇത് നളൻ തന്നെയാണെന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹം പറയുമ്പോൾ തന്നെ കുടത്തിൽ വെള്ളം നിറയുന്നു, അഗ്നി കത്തുന്നു, പിന്നെ പൂക്കൾ ഭംഗിയായി വിളങ്ങുന്നു. പ്രതികരണ ശേഷിയില്ലാത്ത രാജ്യത്തിന്റെ ശാപമാണ്. അഗ്നിവർണ്ണന്റെ കാലുകളുടെ അത് പഠിക്കണം. അതുപോലെ സമകാലിക ജീവിതാവസ്ഥയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ശീലാവതി ചരിതത്തിലെ പരിഹാസം ഉണ്ടല്ലോ, ആ പരിഹാസം ആണോ ഇപ്പോഴും അനുഭവിക്കുന്നത്? അപ്പോൾ അതിൽ മാറ്റം വരുത്തി. ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങളാണ്. കുറെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് എഴുതാം. സമയക്രമീകരണം പാലിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ, പാഠഭാഗങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായി ഓർത്തു വെക്കുക. എന്നാലേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. പാഠഭാഗങ്ങളുടെ എല്ലാം ആശയങ്ങൾ. ഇത് 2022 ചോദ്യമാണ് നമ്മളിപ്പോ നോക്കിയത്. അപ്പൊ ഇതിനുള്ള സമയങ്ങൾ, അതായത് 2 മാർക്ക് ചോദ്യങ്ങൾ, അപ്പൊ 2 ചോദ്യം എഴുതാനുള്ള സമയം 25 മിനിറ്റ് ആണ്. ഏതാണ്? എസ്എ ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെത്. 6 മാർക്കിൻ്റെത് എഴുതാനുള്ള സമയം 48 മിനിറ്റ് ആണ്. അവധാരണത്തിന് 5 മിനിറ്റ് എടുത്താൽ മതി. 4 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ എഴുതാൻ 25 മിനിറ്റ്. 2 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ എഴുതാൻ 5 മിനിറ്റ് എടുക്കാവൂ. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾക്ക് ഉള്ള സമയം പ്രത്യേകം കണ്ടെത്തി വെച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉത്തരം എഴുതാൻ എളുപ്പമായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശീല ടീച്ചർ.